കാലത്ത് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത പണ്ഡിതന്മാരുണ്ട്. ഇന്ന് മൗലാമാരന്റെ ഫോട്ടോയുടെ മെയിനാണ്. വീഡിയോ എടുക്കുന്നതും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതൊക്കെ നമ്മൾ തന്നെ. ഫോട്ടോ എടുക്കാൻ പാടുണ്ടോ പാടില്ല എന്നുള്ള വിഷയത്തിലൊന്നും നമ്മളെ അഭിപ്രായമില്ല, പറയാനില്ല. പക്ഷേ നമ്മുടെ സ്വന്തം പെൺകുട്ടി, നമ്മുടെ മകള്, ആ മകളുടെ ഫോട്ടോകൾ എടുക്കാൻ വരുന്ന ആരാ? അന്യപുരുഷൻ. എന്നിട്ട് ഇങ്ങനെ നിക്ക് ചിരിക്കാൻ, ചാടാൻ, തുള്ളാൻ, ഡാൻസ് ചെയ്യാൻ, ഭർത്താവിനെ കൂടെ ഇങ്ങനെ പമ്പരം പോലെ കറക്കാൻ ആരാ? അന്യപുരുഷനായ ക്യാമറമാൻ. അന്യപുരുഷൻ മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും എല്ലാം കണക്കന്നെ. അന്യപുരുഷന്മാരായ ക്യാമറമാനാണ് വരുന്നതെങ്കിൽ അത് ഇസ്രാഫ് തന്നെയാണ്. ക്യാമറ വേണോ? പെണ്ണിന് കൊണ്ടുവന്നോ? പെണ്ണിന് ഫോട്ടോ എടുക്കാൻ പെണ്ണ് വേണം. ഇതൊന്നും വിവാദാക്കാനും ലിബറലിസ്റ്റുകൾക്ക് ചിരിക്കാനും ഫെമിനിസ്റ്റുകൾക്ക് ചിരിക്കാനും വേണ്ടി പറയല്ല. ദീനാണ്. നിങ്ങൾ ചിരിച്ചാലും തോളുണ്ടാക്കിയാലും വീഡിയോ എടുത്താലും ദീൻ തന്നെയാണ്. അപ്പൊ നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാനും റബ്ബും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷെ പറയേണ്ടത് നമ്മൾ പറയണം. ഞാൻ ചെയ്യേണ്ടത് ഞാനും റബ്ബും തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ ചെയ്തു എന്ന് വെച്ച് ഞാൻ പരിശുദ്ധ ഇസ്ലാമിന് എന്തല്ലത് ഹലാലല്ല, അനുവദനീയമല്ല. ഏതെങ്കിലും ഒരു ഉസ്താദ് ചെയ്താൽ, ഏതെങ്കിലും ഒരാൾ ചെയ്താൽ, ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്താൽ, ഏതെങ്കിലും ഒരു നേതാവ് ചെയ്താൽ അത് അനുവദനീയമാണെന്നല്ല. ആ ഉസ്താദും ആ റബ്ബും നോക്കിക്കോളും. അവരും റബ്ബും. നിങ്ങൾ ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ റബ്ബും. പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എപ്പോഴാണോ നന്മ കൊണ്ട് കൽപ്പിക്കുന്നതും തിന്മ തടയുന്നതും നിങ്ങൾ അവസാനിപ്പിക്കുന്നത്, അന്ന് ലോകാവസാനത്തിന്റെ അടയാളമായി